വെൽക്കം ബാക്ക് എവരി വൺ. AI ക്യാമറ യൂസ് ചെയ്ത് വാഹനങ്ങളുടെ സീറ്റ് ബെൽറ്റ് ചെക്ക് ചെയ്യുന്നതും ഹെൽമറ്റ് ചെക്ക് ചെയ്യുന്നതും വാഹനങ്ങളുടെ സ്പീഡ് ചെക്ക് ചെയ്യുന്നതുമെല്ലാം നമുക്കറിയാം. അതുപോലെ ക്രൗഡിൻ്റെ ആക്ടിവിറ്റി മോണിറ്റർ ചെയ്യുന്നതും അൺഓതറൈസ്ഡ് പേഴ്സൺസ് ഓർ സസ്പീഷ്യസ് ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്യുന്നതുമായ ഒരുപാട് ആപ്ലിക്കേഷൻസ് നിലവിലുണ്ട്. സോ എന്തായിരിക്കാം ഈ ഒരു AI ആപ്ലിക്കേഷൻസിന് പിന്നിലെ ടെക്നോളജി? ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുമോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള AI ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യുവാൻ യൂസ് ചെയ്യുന്ന ഒരു പൈത്തൺ പാക്കേജിനെ കുറിച്ചാണ്. ദാറ്റ് ഈസ് YOLO, വിച്ച് ഈസ് എ ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ മോഡൽ. ഈ ഒരു പാക്കേജ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഈ ഒരു ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ ആൻഡ് അനോട്ടേഷൻ എന്നീ ടോപ്പിക്കുകളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ വിഷൻ ടെക്നോളജിയാണ്. ഒരു വീഡിയോയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഇമേജിൽ നിന്നും ഒബ്ജക്റ്റിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ് ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ. ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്തുമാവാം. ഫോർ എക്സാമ്പിൾ എ കാർ, എ മാൻ, കാറ്റ്, കപ്പ്, അങ്ങനെ എന്ത് ഒബ്ജക്റ്റും ആകാം. നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യേണ്ടത് ഒരു കാറാണെങ്കിൽ ആ കാറാണ് ഇവിടെ ഒബ്ജക്റ്റ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ടേമാണ് അനോട്ടേഷൻ. അനോട്ടേഷൻ എന്ന് പറയുന്നത് ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ ഇമേജിൽ ലൊക്കേറ്റ് ചെയ്ത് അതിനെ ലേബലിംഗ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഫോർ എക്സാമ്പിൾ ഒരു ഇമേജിൽ കാർ ഡിറ്റക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ ഇമേജിൽ കാറിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് എന്ന് ബൗണ്ടിങ് ബോക്സ് യൂസ് ചെയ്ത് ലൊക്കേറ്റ് ചെയ്യുന്നതാണ് അനോട്ടേഷൻ. ഇവിടെ ഒബ്ജക്റ്റ് ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പാക്കേജാണ് YOLO. യു ഓൺലി ലുക്ക് വൺസ് എന്നതാണ് ഇതിൻ്റെ ഫുൾ ഫോം. YOLO യൂസ് ചെയ്ത് പല ടാസ്കുകളും നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ, ക്ലാസിഫിക്കേഷൻ, ഒബ്ജക്റ്റ് ട്രാക്കിംഗ്, ഇമേജ് സെഗ്മെൻറ്റേഷൻ, ഒബ്ജക്റ്റ് കൗണ്ടിംഗ്, മാസ്ക് ഡിറ്റക്ഷൻ, ഹ്യൂമൻ പോസ്, വെഹിക്കിൾ ആൻഡ് ലൈസൻസ് പ്ലേറ്റ് ഡിറ്റക്ഷൻ, അങ്ങനെ ഒരുപാട് ടാസ്കുകൾ നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും. വളരെ ഫാസ്റ്റായിട്ടും ആക്യുറേറ്റ് ആയിട്ടുമുള്ള റിയൽ ടൈം ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ ചെയ്യുന്നതിന് ഈ പാക്കേജ് യൂസ് ചെയ്ത് സാധിക്കും. അൾട്രാലിറ്റിക്സ് എന്നൊരു കമ്പനിയാണ് YOLO എന്ന ഈ മോഡൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഈ ഒരു പാക്കേജിൻ്റെ ഇൻസ്റ്റാളേഷൻ ആൻഡ് സെറ്റപ്പ് എങ്ങനെയാണ് എന്ന് നോക്കാം. YOLO ലൈബ്രറി ഇൻസ്റ്റാളേഷൻ ആൻഡ് സെറ്റപ്പ് വളരെ ഈസിയാണ്. YOLO വേർഷൻ 11 ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന കോഡ് എഡിറ്റർ VS കോഡാണ്. YOLO ലാബ് എന്നൊരു ഡയറക്ടറി ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിൽ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ ടെർമിനൽ കമാൻഡ് യൂസ് ചെയ്ത് ഈ ഡയറക്ടറിയിലേക്ക് എത്തുക. ഇവിടെ പൈത്തണിൻ്റെ ഒരു വെർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ രണ്ട് കമാൻഡ്സ് റൺ ചെയ്യുക. ദെൻ വെർച്വൽ എൻവയോൺമെൻറ്റ് ആക്ടിവേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു കമാൻഡ് റൺ ചെയ്യുക. വെർച്വൽ എൻവയോൺമെൻറ്റ് ഇവിടെ ഓപ്ഷണൽ മാത്രമാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെർച്വൽ എൻവയോൺമെൻറ്റ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ വെർച്വൽ എൻവയോൺമെൻറ്റ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് YOLO ലൈബ്രറി ഇൻസ്റ്റാളേഷനാണ്. അതിനുവേണ്ടി ഈ ഒരു കമാൻഡ് റൺ ചെയ്യുക. പിപ്പ് ഇൻസ്റ്റാൾ അൾട്രാലിറ്റിക്സ്. ഈ ഒരു കമാൻഡ് റൺ ചെയ്ത് കഴിയുമ്പോൾ പാക്കേജ് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആകുന്നു. ഇനി ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ നടത്തുന്നതിന് നമുക്ക് CLA കമാൻഡ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ പൈത്തൺ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാം. ഫസ്റ്റ് കമാൻഡ് ലൈൻ യൂസ് ചെയ്ത് റൺ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. അതിനുവേണ്ടി ഈ ഒരു കമാൻഡ് ടെർമിനലിൽ റൺ ചെയ്യുക. ഈ ഒരു കമാൻഡ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഇമേജ് യൂസ് ചെയ്ത് അതിലെ കോമൺ ഒബ്ജക്ട്സ് ഡിറ്റക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കമാൻഡിൽ രണ്ട് ആർഗ്യുമെൻറ്റ്സ് കാണാം. ഫസ്റ്റ് ഓൺ മോഡൽ, ഒബ്ജക്റ്റ് ഡിറ്റക്റ്റ് ചെയ്യുവാൻ യൂസ് ചെയ്യേണ്ട മോഡലാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഇവിടെ YOLO 11 ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കമാൻഡ് ഫസ്റ്റ് ടൈം റൺ ചെയ്യുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ മോഡൽ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആകുന്നതായി കാണാം. നെക്സ്റ്റ് ടൈം കമാൻഡ് റൺ ചെയ്യുമ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ആയ ഈ ഒരു മോഡലായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇവിടെ സോഴ്സ് എന്നൊരു ആർഗ്യുമെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഏത് ഇമേജ് ആണോ ഒബ്ജക്റ്റ് ഡിറ്റക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് വീഡിയോ ആണോ ഒബ്ജക്റ്റ് ഡിറ്റക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്, ആ ഒരു ഇമേജ് അല്ലെങ്കിൽ വീഡിയോ അതിൻ്റെ പാത്താണ് ഇവിടെ സോഴ്സായി കൊടുക്കേണ്ടത്. ഈ ഒരു കമാൻഡിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ ലോഗ് ചെയ്യുന്നതായി കാണാം. 4 പേഴ്സൺസ് ആൻഡ് 1 ബസ്. ഈ ഒരു ഇമേജ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൽ 4 പേഴ്സൺസ് ആൻഡ് 1 ബസ് ഇത്രയും ഒബ്ജക്റ്റ് കാണാം. ഇവിടെ bus.jpg എന്ന ഫയൽ ഞാൻ ആൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇമേജിൻ്റെ കറക്റ്റ് പാത്തായിരിക്കണം കമാൻഡിൽ കൊടുക്കേണ്ടത്. പ്രെഡിക്റ്റ് ചെയ്ത ഇമേജിൻ്റെ അനോട്ടേറ്റഡ് ഇമേജസ് റൺസ് എന്ന ഡയറക്ടറിയിൽ ഡിറ്റക്റ്റ് ദെൻ പ്രെഡിക്റ്റ് എന്ന ഡയറക്ടറിയിൽ കാണാൻ സാധിക്കും. ഇവിടെ ഡിറ്റക്റ്റ് ചെയ്ത ഒബ്ജക്ട്സ് ബൗണ്ടിങ് ബോക്സിൽ കാണാം. അതുപോലെ അതിൻ്റെ കോൺഫിഡൻസ് ലെവലും കാണാം. കോൺഫിഡൻസ് ലെവൽ എന്നത് ഡിറ്റക്റ്റ് ചെയ്ത ഒബ്ജക്റ്റിൽ മോഡൽ എത്രത്തോളം കോൺഫിഡൻ്റ് ആണ് എന്ന് റിപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ ബസ് എന്ന ഒബ്ജക്റ്റ് 0.94 കോൺഫിഡൻസ് ആണ്. പേഴ്സൺസ് 0.88, 0.86 എന്നീ ലെവലാണ്. കോൺഫിഡൻസ് ലെവൽ എപ്പോഴും 0 to 1 വരെ ആയിരിക്കും. 1 എന്ന വാല്യൂയിലേക്ക് അടുക്കും തോറും പ്രഡിക്ഷൻ്റെ ആക്യുറസിയും വളരെ കൂടുതലായിരിക്കും. ഇനി ഒരു വീഡിയോയിൽ ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ എങ്ങനെയാണ് എന്ന് നോക്കാം. അതിനുവേണ്ടി ആൾറെഡി ഞാനൊരു വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി
CLI കമാൻഡിൽ സോഴ്സിൽ ഈ ഒരു വീഡിയോയുടെ പാത്ത് കൊടുക്കണം. ദെൻ ഈ കമാൻഡ് റൺ ചെയ്യുമ്പോൾ ടെർമിനലിൽ ബസ്, കാർ, മോട്ടോർ സൈക്കിൾ അങ്ങനെ ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ഡിക്റ്റേറ്റ് ചെയ്യുന്നതായി കാണാൻ സാധിക്കും. ഇനി ഈ ഒരു ഡിറ്റക്ഷൻ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് തന്നെ കാണണം എന്നുണ്ടെങ്കിൽ ഈ കമാൻഡിൽ ഒരു എക്സ്ട്രാ ആർഗ്യുമെൻറ്റ് കൂടെ പാസ് ചെയ്യണം. ദാറ്റ് ഈസ് ഷോ ഈക്വൽ ടു ട്രൂ. ഇനി ഈ ഒരു കമാൻഡ് റൺ ചെയ്യുകയാണെങ്കിൽ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് തന്നെ അനോട്ടേറ്റഡ് ഒബ്ജക്റ്റ് കാണാൻ സാധിക്കും. ഈ ഒരു വീഡിയോ കുറച്ച് സ്ലോ ആയിരിക്കും ബിക്കോസ് ഓരോ ഫ്രെയിമും എടുത്താണ് ഒബ്ജക്റ്റ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. ടെർമിനലിൽ Ctrl+C പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രോസസ്സ് സ്റ്റോപ്പ് ആക്കുവാൻ സാധിക്കും. ഇനി പൈത്തൺ സ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് സെയിം പ്രോസസ്സ് എങ്ങനെ വർക്കിംഗ് ആക്കാം എന്ന് നോക്കാം. ഒബ്ജക്റ്റ് dictate.py എന്നൊരു ഫയൽ ഇവിടെ ആൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പൈത്തൺ യൂസ് ചെയ്തുള്ള ഇംപ്ലിമെൻറ്റേഷൻ വളരെ സിമ്പിളാണ്. യോലോയുടെ ലൈബ്രറി ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുക, ദെൻ മോഡൽ ഇനിഷ്യലൈസ് ചെയ്യുക. ഇവിടെ YOLO 11 ആണ് ഞാൻ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതൊരു പ്രീ ട്രെയിൻഡ് മോഡലാണ്. ഒരുപാട് ഡേറ്റ സെറ്റ് യൂസ് ചെയ്ത് ആൾറെഡി ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മോഡൽ. YOLO11.pt എന്നത് ഒരു PyTorch ഫയലാണ്. ട്രെയിൻഡ് മോഡലിൻ്റെ പാരാമീറ്റേഴ്സ് അടങ്ങിയ ഫയൽ. നെക്സ്റ്റ് ലൈൻ മോഡൽ പ്രൊഡിക്ഷൻ ആണ്. ഫസ്റ്റ് പാരാമീറ്ററായി കൊടുത്തിരിക്കുന്നത് സോഴ്സ് ഇമേജ് ആണ്. ഇവിടെ ഇമേജ് മാത്രമല്ല വീഡിയോ, ഇമേജ് URL, ഡിവൈസ് ID, ലൈവ് ഫീഡ്സ് ഇതൊക്കെ കൊടുക്കാൻ സാധിക്കും. ഇവിടെ ഡിവൈസ് ID എന്ന് പറയുന്നത് ക്യാമറയാണ്. ഡിവൈസ് ID കൊടുക്കുകയാണെങ്കിൽ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ നടത്തുവാൻ സാധിക്കും. ഇവിടെ conf = 0.5 എന്നൊരു ആർഗ്യുമെൻറ്റ് കാണാം. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ 0.5നേക്കാളും ഗ്രേറ്റർ കോൺഫിഡൻസ് ഉള്ള ഒബ്ജക്റ്റിനെ മാത്രമേ മോഡൽ ഡിക്റ്റേറ്റ് ചെയ്യുകയുള്ളൂ. സേവ് = ട്രൂ എന്ന ആർഗ്യുമെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അനോട്ട് ചെയ്ത ഇമേജസ് പ്രെഡിക്റ്റ് ഡയറക്ടറിയിലേക്ക് സേവ് ആകും. ഇവിടെ സോഴ്സായി ഇമേജ് കൊടുക്കുന്നത് പോലെ ഈ ഒരു സ്ക്രിപ്റ്റിൽ വീഡിയോയും കൊടുക്കാവുന്നതാണ്. ഷോ = ട്രൂ എന്നൊരു ആർഗ്യുമെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് തന്നെ ഡിക്റ്റേഷൻ നടത്തുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ഫസ്റ്റ് ആർഗ്യുമെൻ്റായി സോഴ്സ് =0 കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വെബ് ക്യാം ഓൺ ആവുകയും റിയൽ ടൈമായി ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ നടത്തുന്നത് കാണാൻ സാധിക്കും. വെബ് ക്യാം ആണ് ഇവിടെ സോഴ്സായി നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ കൊടുക്കാവുന്ന മറ്റൊരു ആർഗ്യുമെൻ്റ് ആണ് ഡിവൈസ്. ഇത് ഇൻഫറൻസ് യൂസ് ചെയ്യുന്ന ഡിവൈസിനെ സെറ്റ് ചെയ്യുന്നു, CPU ഓർ GPU. നിങ്ങൾക്കൊരു GPU സിസ്റ്റം ആണെങ്കിൽ ഇവിടെ ഡിവൈസ് =0 എന്ന് സ്പെസിഫൈ ചെയ്യാവുന്നതാണ്. ഡിവൈസ് GPU ആകുമ്പോൾ അത്രയും തന്നെ പെർഫോമൻസും മോഡലിന് ലഭിക്കുന്നതാണ്. ഇങ്ങനെ ഒരുപാട് സെറ്റിംഗ്സ് ആൻഡ് കോൺഫിഗറേഷൻസ് നമുക്ക് കൊടുക്കുവാൻ സാധിക്കും. അൾട്രാലിറ്റിക്സിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. YOLO മോഡൽ യൂസ് ചെയ്ത് ഒബ്ജക്റ്റ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ മോഡലിനെ ട്രെയിനിങ് ചെയ്യിക്കുവാനും നമുക്ക് സാധിക്കും. കോമൺ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആൾറെഡി YOLO ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇതല്ലാതെ പുതിയൊരു ഒബ്ജക്റ്റ് നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ YOLO മോഡലിനെ നമുക്ക് ട്രെയിനിങ് ചെയ്യിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമ്പർ പ്ലേറ്റ് ഡിറ്റക്ഷൻ അല്ലെങ്കിൽ ഹെൽമെറ്റ് ഡിറ്റക്ഷൻ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റിനെ ഡിക്റ്റേറ്റ് ചെയ്യുവാൻ YOLO മോഡലിനെ ട്രെയിൻ ചെയ്യിക്കാവുന്നതാണ്. അതിനുവേണ്ടി കസ്റ്റമൈസ്ഡ് ഡേറ്റ സെറ്റ് യൂസ് ചെയ്ത് മോഡലിനെ ട്രെയിൻ ചെയ്യിച്ച് ഒരു പുതിയ മോഡൽ ബിൽഡ് ചെയ്യുവാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഫ്രൂട്ടിൻ്റെ ഇമേജിൽ നിന്നും അത് റൈപ്പായ ഫ്രൂട്ടാണോ അല്ലയോ എന്ന് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് മെഡിക്കൽ ഇമേജ് ഡിക്റ്റേറ്റ് ചെയ്ത് അതിൽ നിന്നും ട്യൂമർ, ഫ്രാക്ചർ, ഇൻഫെക്ഷൻ എന്നിവ തിരിച്ചറിയുന്നത്, അതുപോലെ CCTV ഫൂട്ടേജിൽ നിന്നും അൺയൂഷ്വൽ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ലൈക്ക് വെപ്പൺസ്, ബാഗേജ് എന്നിവ തിരിച്ചറിയുന്നത്. അങ്ങനെ ഒരുപാട് യൂസ് കേസസ് YOLO യൂസ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാൻ സാധിക്കും. ഇങ്ങനെ ഒരു കസ്റ്റമൈസ്ഡ് ഡേറ്റ സെറ്റ് യൂസ് ചെയ്ത് മോഡലിനെ ട്രെയിൻ ചെയ്യിക്കുന്നതും അങ്ങനെ ട്രെയിൻ ചെയ്യിച്ച മോഡൽ യൂസ് ചെയ്ത് ഒബ്ജക്റ്റ് ഡിക്റ്റേറ്റ് ചെയ്യുന്നതും എങ്ങനെയാണ് എന്നുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ ബേസിക്സ് മാത്രമേ നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ. ഇതൊരു കസ്റ്റം ഡേറ്റ സെറ്റ് യൂസ് ചെയ്ത് ട്രെയിനിങ് ചെയ്യുന്നതിൻ്റെ പൈത്തൺ സ്ക്രിപ്റ്റാണ്. ഫസ്റ്റ് ഒരു പർട്ടിക്കുലർ മോഡൽ നമ്മൾ സെറ്റ് ചെയ്യുന്നു. model.train എന്ന മെത്തേഡ് യൂസ് ചെയ്ത് നമ്മുടെ കസ്റ്റം ഡേറ്റ സെറ്റിനെ ട്രെയിൻ ചെയ്യിക്കുന്നു. ഇവിടെ എപ്പോക്ക് എന്നൊരു ആർഗ്യുമെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എപ്പോക്ക് എന്ന ആർഗ്യുമെൻറ്റ് യൂസ് ചെയ്യുന്നത് നമ്മൾ കൊടുത്ത ട്രെയിനിങ് ഡേറ്റ സെറ്റിലൂടെ എത്ര തവണ മോഡൽ റീഡ് ചെയ്തു എന്നുള്ളതാണ്. വൺ എപ്പോക്ക് മീൻസ് നമ്മൾ കൊടുത്ത ട്രെയിനിങ് സാമ്പിൾസിലൂടെ ഒരു തവണ മോഡൽ പാസ് ചെയ്തു എന്നുള്ളതാണ്. ഓരോ തവണ മോഡൽ പാസ് ചെയ്യുമ്പോഴും മോഡൽ അതിൻ്റെ പാരാമീറ്റേഴ്സ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇമേജ് Z എന്നത് ഇമേജിൻ്റെ സൈസിനെയാണ് മെൻഷൻ ചെയ്യുന്നത്. ഇൻപുട്ട് ഇമേജിനെ ഈ ഒരു സൈസിലേക്ക് റീസൈസ് ചെയ്യുന്നു. ഡിവൈസ് എന്ന ആർഗ്യുമെൻറ്റ് ട്രെയിനിങ്ങിന് യൂസ് ചെയ്യേണ്ട ഡിവൈസിനെയാണ് മെൻഷൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ CPU ഓർ GPU. ആഫ്റ്റർ ട്രെയിനിങ് മോഡലിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു ഫോർ പെർഫോമൻസ്. ആഫ്റ്റർ ദാറ്റ് ഈ ഒരു മോഡലിനെ എക്സ്പോർട്ട് ചെയ്ത് പുതിയ ഇമേജ് യൂസ് ചെയ്ത് ഡിക്റ്റേഷൻ നടത്തുന്നു. ഇതാണ് ട്രെയിനിങ്ങിൻ്റെ ഒരു ഓവറോൾ ഫ്ലോ. മോഡൽ ട്രെയിനിങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ YOLO പാക്കേജിൻ്റെ ഇൻസ്റ്റാളേഷനും ബേസിക് സെറ്റിംഗ്സ് യൂസ് ചെയ്ത് ഇമേജ് ആൻഡ് വീഡിയോ എന്നിവയിൽ നിന്നും ഒബ്ജക്റ്റ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കിയത്. സോ ദാറ്റ്സ് ആൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. ഇതിൻ്റെ അഡ്വാൻസ്ഡ് വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.